വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ NSEയുടെയും BSEയുടെയും വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുമാണ് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ NSEയുടെയും BSEയുടെയും വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് റിലേറ്റഡ് ഡേറ്റ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഞാൻ NSEയുടെയും BSEയുടെയും വെബ്സൈറ്റ് ചെക്ക് ചെയ്യാറുള്ളൂ. ഞാൻ സ്റ്റോക്ക് പ്രൈസ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ NSEയുടെയോ BSEയുടെയോ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്യാറില്ല. കാരണം അതിനേക്കാൾ നല്ല വെബ്സൈറ്റ്സാണ് ബാക്കിയുള്ളവയൊക്കെ. ഇതാണ് NSEയുടെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ എല്ലാ ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ മതി. അപ്പം ഇതിനകത്ത് ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഡേറ്റയാണ് ഇതിൻ്റെ അകത്ത് അവർ കാണിക്കുന്നത്. അതിൽ തന്നെ നമുക്കിപ്പം ഇക്വിറ്റി സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ NSEയുടെ ഇപ്പം നിഫ്റ്റി 50 സ്റ്റോക്സിൻ്റെ എല്ലാം ലിസ്റ്റ് കാണാം. അതിൻ്റെ പ്രൈസ് റിലേറ്റഡ് ഡേറ്റയും വോളിയും അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇൻഡെക്സ് സെലക്ട് ചെയ്യാം. ഇപ്പം ബാക്കി NSEയുടെ തന്നെയാണെങ്കിൽ നെക്സ്റ്റ് 50 അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സോ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജിൽ പോയാൽ മതി. ഇനി ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ബോക്സ് യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പം ITC ആണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ITC സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പം ഞാൻ ITC ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഡേറ്റയും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കിട്ടും. സോ ITC റിലേറ്റഡ് എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാനപ്പം ഈ ഇതിലെ കമ്പനി ഇൻഫർമേഷനാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതിനകത്ത് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒഫീഷ്യൽ ന്യൂസ് ഉണ്ടെങ്കിൽ. അതുപോലെ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ITCയുടെ ആനുവൽ റിപ്പോർട്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ബാക്കിയുള്ള ഫൈനാൻഷ്യൽ പോർട്ടൽസിൽ എല്ലാത്തിലും അവൈലബിൾ ആയിരിക്കത്തില്ല. അത് അവർ ചിലപ്പം ലേറ്റസ്റ്റ് ആനുവൽ റിപ്പോർട്ട് മാത്രമേ കാണിക്കുന്നുള്ളായിരിക്കും. പക്ഷേ NSEയുടെയോ BSEയുടെയോ വെബ്സൈറ്റിൽ പോകണമെങ്കിൽ നമുക്ക് പഴയ ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ കാണിച്ച വെബ്സൈറ്റ് എന്ന് പറയുന്നത് NSEയുടെ കറണ്ട് വെബ്സൈറ്റാണ്. അവരൊരു ബീറ്റ വേർഷൻ ഇറക്കിയിട്ടുണ്ട്. സോ അതാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇൻവെസ്റ്ററിന് ആവശ്യമുള്ള കുറച്ച് ഡേറ്റ എല്ലാം നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിലാണ് ഇവരിത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ITCയുടെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിൽ ലിസ്റ്റിംഗ് ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള ഫൈനാൻഷ്യൽ പോർട്ടൽസിലൊന്നും അത്ര ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതല്ല. പഴയ NSEയുടെ വെബ്സൈറ്റിലാണെങ്കിൽ കുറേ ക്ലിക്ക് ചെയ്താലേ നമുക്ക് കുറേ ഡേറ്റ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ അവരുടെ പുതിയ വേർഷനിലകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ലിസ്റ്റിംഗ് ഡേറ്റും അതുപോലെ ഇൻഡസ്ട്രി ഏതാ, ആ സ്റ്റോക്കിൻ്റെ P മൾട്ടിപ്പിൾ എത്ര, ആ സെക്ടറിലെ P മൾട്ടിപ്പിൾ എത്ര, ആവറേജ്, അതുപോലെ ഇത് ഏത് ഇൻഡെക്സിൻ്റെയൊക്കെ ഭാഗമാണെന്നുള്ളതെല്ലാം ഈ ഒരു ഫ്രണ്ട് പേജിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. NSEയുടെ പഴയ വെബ്സൈറ്റും പുതിയ വെബ്സൈറ്റും കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പുതിയ വെബ്സൈറ്റിൽ ആക്ച്വലി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നല്ലൊരു യൂസർ ഫ്രണ്ട്ലി രീതിയിലാണ്. നമുക്ക് കുറേ ക്ലിക്ക് ചെയ്യാതെ തന്നെ കുറേ ഡേറ്റ നമുക്ക് ഈ ഒരൊറ്റ പേജിൽ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ITCയുടെ സ്റ്റോക്കാണ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്, അതുപോലെ P മൾട്ടിപ്പിൾ ഉണ്ട്, ആ സെക്ടറിൻ്റെ ആവറേജ് P മൾട്ടിപ്പിൾ ഉണ്ട്, അത് ഏത് ഇൻഡെക്സിൻ്റെ ഭാഗമാണെന്നുള്ളതുകൊണ്ട് ഇവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലുണ്ടോ, അതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സ്റ്റോക്കിൻ്റെ പ്രീവിയസ് ക്ലോസും ഓപ്പണും ക്ലോസും ആവറേജ് പ്രൈസും അപ്പർ സർക്യൂട്ടിൻ്റെ റേറ്റ് എത്ര, ലോവർ സർക്യൂട്ടിൻ്റെ പ്രൈസ് എത്ര എന്നുള്ളതെല്ലാം കാണിച്ചിട്ടുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BSEയുടെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നു പറഞ്ഞാൽ ചില കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ റിലേറ്റഡ് കുറച്ച് ഡേറ്റ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനോ വേണ്ടി മാത്രമാണ്. ഒരു കമ്പനി സ്റ്റോക്ക് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ആദ്യം അത് പബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായിരിക്കും. സോ NSEയുടെയും BSEയുടെയും വെബ്സൈറ്റ് വന്നിട്ടേ ബാക്കിയുള്ള വെബ്സൈറ്റിലോട്ട് അത് പോകത്തുള്ളൂ. BSEയുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു കമ്പനിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ സെർച്ച് ബാർ യൂസ് ചെയ്താൽ മതി. ഞാനിപ്പം ITCയുടെ ഇതിൻ്റെ അകത്ത് ഞാൻ എൻ്റർ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും BSEയുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി NSEയുടെ വെബ്സൈറ്റിനേക്കാളും കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ അവർ കൂടുതൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് NSEയുടെ വെബ്സൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ITC ആണ് സെർച്ച് ചെയ്തത്. സോ അവരുടെ സ്റ്റോക്ക് റിലേറ്റഡ് ഡേറ്റ എല്ലാം ഒറ്റ പേജിൽ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് NSEയുടെ വെബ്സൈറ്റായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ BSE ആക്ച്വലി കൂടുതൽ ഡേറ്റയാണ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ സ്റ്റോക്ക് പ്രൈസ് റിലേറ്റഡ് ഡേറ്റ മാത്രമല്ല അവരുടെ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡേറ്റയും അതുപോലെ ഷെയർ ഹോൾഡർ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡേറ്റയും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡറിന് ആവശ്യമായ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്താൽ മതി. സോ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അനൗൺസ്മെൻറ്റ് അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ കമ്പനിയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ ബോണസ് ഷെയറിൻ്റെ കാര്യവും സ്പ്ലിറ്റിൻ്റെ കാര്യമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ റിസൾട്ടും അതുപോലെ ഷെയർ ഹോൾഡർ പാറ്റേണും ഇതെല്ലാം ഒറ്റ പേജിൽ പല ടാബ്സ് ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു പിയർ കമ്പാരിസണും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഏതാണോ ആ സ്റ്റോക്കിൻ്റെ കാറ്റഗറിയിലുള്ള ബാക്കിയുള്ള സ്റ്റോക്സും അവരതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതേ ഡേറ്റ കാണിച്ചുകൊണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഏതാണോ ആ കാറ്റഗറിയിലുള്ള ബാക്കി സ്റ്റോക്സിൻ്റെയും കുറച്ച് ഡേറ്റ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനിയും ഓപ്പൺ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റോ അല്ല ഫൈനാൻഷ്യൽസോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് കാണാൻ പറ്റും. അതിലപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാറ്റഗറി സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ
ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഫൈനാൻഷ്യൽസ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനൊപ്പം റിസൾട്ടും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ട്സ് വേണമെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ആനുവൽ റിപ്പോർട്ട്സും കിട്ടും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.